തൃക്കാക്കര കൊച്ചിൻ പബ്ലിക് സ്കൂളിൽ 5ാം ക്ലാസ്സുകാരനോട് ക്രൂരത എന്ന സംഭവത്തിൽ അവിടെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഗ്രൗണ്ടിൽ ഓടിച്ച ശേഷം കുട്ടിയെ ഇരുട്ടുമുറിയിൽ ഒറ്റയ്ക്കിരുത്തുകയായിരുന്നു. സ്കൂളിലെത്താൻ വൈകിയെന്ന് ആരോപിച്ചിട്ടുള്ള ശിക്ഷാ നടപടിയായിരുന്നു. സ്കൂളിൽ വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോൾ പ്രതിഷേധിക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. ഷാബാസ് ഉണ്ട് വിവരങ്ങളുമായി. ഷാബാസ്, ഇപ്പോൾ വലിയ പ്രതിഷേധമാണോ? ആരാണ് പ്രതിഷേധത്തിൽ വന്നിരിക്കുന്നത്? കുട്ടിയുടെ രക്ഷിതാക്കൾ അവിടെയുണ്ടോ? സ്മൃതി, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ തൃക്കാക്കര കൊച്ചിൻ പബ്ലിക് സ്കൂളിൽ നടക്കുന്നത്. SFIയുടെയും KSUവിന്റെയും നേതൃത്വത്തിലാണ് പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഓഫീസ് മുറിയിലേക്ക് ഇരച്ചു കയറിയാണ് പ്രതിഷേധം നടക്കുന്നത്. ഒപ്പം KSU പ്രവർത്തകരും എത്തി ഓഫീസിനുള്ളിൽ കുത്തിയിരിക്കുകയാണ്. കുറച്ച് പോലീസുകാർ മാത്രമാണ് ഇവിടെയുള്ളത്. അവരെ കൊണ്ട് ഈ പ്രവർത്തകരെ, ഈ KSU SFI പ്രവർത്തകരെ നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. കാരണം ഒപ്പം വനിതാ പോലീസുകാരും ഇവിടെയില്ല. അതുകൊണ്ട് SFI വനിതാ പ്രവർത്തകർക്കും ഈ പ്രിൻസിപ്പൽ മുറിയിലടക്കം കയറിയിരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ഈ 5ാം ക്ലാസ് വിദ്യാർത്ഥിയോടാണ് ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്ന് ഒരു ക്രൂരത ഉണ്ടായത്. ഈ 5ാം ക്ലാസ്സുകാരനെ വൈകിയെത്തിയെന്ന് ആരോപിച്ച് ഇരുട്ടുമുറിയിൽ ഇരുത്തുകയായിരുന്നു. ഈ ഇത്തരത്തിലുള്ള ശിക്ഷാരീതികൾ സ്കൂളിൽ പതിവായിരുന്നു എന്നാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അടക്കം പരാതിപ്പെടുന്നത്. ഈ 5ാം ക്ലാസ്സുകാരനെ ഗ്രൗണ്ടിലൂടെ 2 റൗണ്ട് ഓടിപ്പിച്ച ശേഷമാണ് ഈ ഇരുട്ടുമുറിയിൽ ഇരുത്തിയത്. പ്രിൻസിപ്പൽ അടക്കം ഇതിന് കൂട്ടുനിന്നിട്ടുണ്ട്. അങ്ങനെ രക്ഷിതാക്കളും വിദ്യാർത്ഥി സംഘടനകളും വലിയ രീതിയിൽ ഇതിനെതിരെ പ്രതിഷേധവുമായി സ്കൂളിലേക്ക് എത്തിയിരുന്നു. ആ സമയത്ത് സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ധാർഷ്ട്യം നിറഞ്ഞ നടപടിയാണ്. ഇവരെ ഒട്ടും മുഖവിലേക്ക് എടുക്കാത്ത, പരാതി കേൾക്കാൻ തയ്യാറാകാത്ത നിലയിലുള്ള നടപടിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിനെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നത്. തുടർന്ന് ഈ സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരടക്കം എത്തി ചർച്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് SFIയും KSUവും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി സ്കൂളിലേക്ക് ഇരച്ചു കയറിയത്. സ്കൂളിന്റെ പ്രധാന ഗേറ്റ് വഴി ഉള്ളിലേക്ക് കടന്ന് ഓഫീസ് മുറിയിലേക്ക് അടക്കം ഇരച്ചു കയറിക്കൊണ്ടാണ് വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവിടെ കുത്തിയിരിക്കുന്നത്. ഇവിടെയുള്ള പോലീസിനെ കൊണ്ട് ഇവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. കാരണം ആകെ കുറച്ച് പോലീസുകാർ, വിരലുണ്ടാവുന്ന പോലീസുകാർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. വനിതാ പോലീസുകാർ ഉണ്ടായിരുന്നില്ല. ഈ പ്രവർത്തകർ നേരിട്ട് ഈ പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് അടക്കം, ഇവിടുത്തെ കോൺഫറൻസ് റൂമിലേക്ക് അടക്കം ഇരച്ചു കയറി. സ്കൂളിൽ നടക്കുന്ന ബഹളമാണ്. വിദ്യാർത്ഥിയെ ശിക്ഷാ നടപടിയുടെ ഭാഗമായി ഇരുട്ടുമുറിയിൽ ഇരുത്തി എന്നുള്ളതാണ് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകളും അവിടേക്ക് എത്തിയിരിക്കുന്നു. ചോദിക്കാനെത്തിയ രക്ഷിതാക്കളോട് സ്കൂൾ അധികൃതർ മോശമായി പെരുമാറി എന്നടക്കമുള്ള പരാതികൾ ഉയരുന്നുണ്ട്. തൃക്കാക്കര കൊച്ചിൻ പബ്ലിക് സ്കൂളിൽ നിന്നുള്ള വാർത്തയാണ്. ഷാബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകുന്നത്. ഷാബാസ്, ഇവിടെ കുട്ടിയുടെ രക്ഷിതാക്കളുണ്ടോ? സ്കൂൾ അധികൃതർ ഇതിനെന്താണ് മറുപടി നൽകുന്നത്? ഷാബാസ്, കുട്ടിയുടെ രക്ഷിതാക്കളുണ്ട്. കുട്ടിയുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തിയാണ് സ്കൂൾ അധികൃതർ ഈ കാര്യം അറിയിച്ചത്. നിങ്ങളുടെ കുട്ടിയെ ഞങ്ങൾ ഇരുട്ടുമുറിയിൽ ഇരുത്തിയിട്ടുണ്ട്, മറ്റു കുട്ടികളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന കാര്യം സ്കൂൾ അധികൃതർ രക്ഷിതാക്കളെ വിളിച്ചറിയിച്ചു. ഇതിൽ പ്രകാരം രക്ഷിതാക്കളെത്തി സ്കൂളിൽ പ്രതിഷേധിച്ചിരുന്നു. ഈ രക്ഷിതാക്കൾ പറയുന്നത് സ്കൂൾ അധികൃതർ ചെയ്തത് തീർത്തും ന്യായമായ നടപടിയിൽ. കാരണം 2 മിനിറ്റോളം മാത്രമാണ് വൈകിയത്. അങ്ങനെ ഈ പ്രദേശത്ത് മെട്രോയുടെ പണി നടക്കുന്നുണ്ട്, ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. അങ്ങനെ തുടങ്ങി നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇതിൽ 2 മിനിറ്റ് മാത്രം വൈകിയ കുട്ടിയെ ഒരു കാരണവശാലും ഇത്തരത്തിൽ മറ്റു കുട്ടികളിൽ നിന്ന് മാറ്റി നിർത്തേണ്ട കാര്യമില്ലെന്നാണ് ഇവർ പറയുന്നത്. സ്കൂൾ അധികൃതർ തുടക്കത്തിൽ നിഷേധാത്മക സമീപനം സ്വീകരിച്ചിരുന്നെങ്കിലും ഈ പ്രതിഷേധ ശക്തമായതോടുകൂടി നിലപാട് മയപ്പെടുത്തുകയായിരുന്നു. ഇതിന് പിന്നാലെ ആദ്യം കുട്ടിയെ സ്കൂളിൽ നിന്ന് TC വാങ്ങി പറഞ്ഞേക്കണം എന്ന് വരെ രക്ഷിതാക്കളോട് പറഞ്ഞിരുന്നു. പിന്നീട് നിലപാട് മയപ്പെടുത്തിക്കൊണ്ട് കുട്ടിയെ പഠിപ്പിക്കാം, ഈ നടപടികളൊന്നും ഉണ്ടാവില്ല. ഒപ്പം ശരി, സ്കൂളിൽ വലിയ പ്രതിഷേധം ഉയരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഷാബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.